ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഗ്രാമത്തിലെ വാർഡോ ബൂത്തോ തന്നെയാണ്. ജനങ്ങളെ അറിയുന്ന, വീടുകൾ അറിയുന്ന, വീട്ടുകാരെ അറിയുന്ന, നാട്ടുകാരെ പേര് ചൊല്ലി വിളിക്കാൻ സാധിക്കുന്ന, അവരുടെ സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഗ്രാമത്തിലെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. നിങ്ങളുടെ സാറ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് ചൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കുന്നത്തൂര് അസംബ്ലി നിയോജക മണ്ഡലം വരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, കൊല്ലം DCC പ്രസിഡന്റായി, MLA ആയി, KPCC ജനറൽ സെക്രട്ടറിയായി, ഒന്നിലേറെ തവണ KPCC പ്രസിഡന്റായി, രാജ്യസഭാംഗമായും എല്ലാം പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങൾ, മാതൃകാപരമായ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ മുമ്പിൽ നന്നായി തന്നെ. അദ്ദേഹത്തിന്റെ ലാളിത്യം, വിനയം, നിസ്വാർത്ഥത, ത്യാഗസന്നദ്ധത, ഇതെല്ലാം പലവട്ടം നമ്മള് കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. കൊല്ലക്കാർക്ക് നന്നായിട്ട് അറിയാൻ DC പ്രസിഡന്റ് ഒരിക്കൽ കൂടി പറഞ്ഞു. അന്ന് പഠിക്കുന്നതിൽ പറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൃത്യമായ നിശ്ചയദാർഢ്യവും ആജ്ഞാശക്തിയും നേതൃത്വത്തിന്റെ ഭാഗമായി ആവശ്യമായ ആജ്ഞാശക്തിയും എല്ലാം സാറിന്റെ പ്രത്യേകതരമായിരുന്നു, അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടിയാണ്, അധികാരം ധനസമാധാനത്തിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളെങ്കിലും നിലനിൽക്കുന്ന സമൂഹത്തിലാണ് സാർ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് തെല്ലും വൈമനസ്യം ഉണ്ടായിരുന്നില്ല, പ്രയാസം ഉണ്ടായിരുന്നില്ല. അതാണ് രണ്ട് ഘട്ടങ്ങൾ പോണത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സന്ദർഭത്തിലും രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറ് തന്റെ വീട്ടിലേക്ക് ഒരു മനോവിഷമമില്ലാതെയാണ് സ്വീകരിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ 2001 ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ വിട്ടുപോയി. ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായ തിരിച്ചുവരവ് വന്നപ്പോഴും അദ്ദേഹമാണ് അതിലെ നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ച അന്നത്തെ KPCCയുടെ പ്രസിഡന്റ്. പക്ഷേ കോൺഗ്രസിലെ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്നേഹിക്കാനായി മുഖ്യമന്ത്രിയായി പിന്നീട് എല്ലാവരും പോയത് KPCC ഓഫീസിലേക്കാണ്. സാറ് ആ പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്ന് ഒരു സങ്കോചവും ഇല്ലാതെ പക്ഷേ ചിരിച്ചുകൊണ്ട് സ്ഥാനങ്ങൾ ഒഴിയുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ക്ലിഫോസിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുമ്പോൾ കാറിൽ കയറുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ്, അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പോയത്. തെന്ന സാറും അന്ന് യാതൊരു സങ്കോചവും ഇല്ലാതെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ വീണ്ടും വളരെ പ്രകടമാകുന്ന ഒരു വിജയത്തിലേക്ക് നയിച്ച KPCC പ്രസിഡന്റ് ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ചുമതലയിൽ നിന്ന് മാറുന്നു. പക്ഷെ KPCC അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനിയായ നേതാവ് സോണിയാജി അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് ഒന്നിലേറെ തവണ ജയിപ്പിക്കാൻ സാധിച്ചു. ജനസാധാരണ എല്ലാ രംഗത്തും കേരളത്തിലെ കോൺഗ്രസിന് മുൻപുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായിട്ട് നിൽക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ പെരുമാറ്റം, അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ എല്ലാ പാർട്ടികൾക്കും എല്ലാ പൊതുപ്രവർത്തകർക്കും ഒരു മാതൃകയായ വ്യക്തിത്വമാണ്. ഞാനിപ്പോ ഈ